എന്തായിരിക്കും ബന്ധം? കൊടുങ്കാറ്റില് കഴുകന് പറക്കാൻ പറ്റുമോ? ചിറകൊടിഞ്ഞ് താഴെ വീണ് ചത്തുപോകാൻ സാധ്യതയില്ലേ? കവിതയിൽ അങ്ങനെയൊക്കെ ചോദിക്കാമോ? ആക്ച്വലി ഇത് കവിതയല്ല, പാട്ടാണ്. തട്ടുപൊളിപ്പൻ മാസ് അഡാർ പാട്ട്. സാജ് പ്രൊഡക്ഷൻ ഹൗസ് പുറത്തിറക്കിയ കേരള CM എന്ന ഈ വീഡിയോ ഗാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം. കോവിഡ് പ്രളയ രക്ഷകനായി മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുന്ന ഗാനത്തിൽ നിരവധി വിശേഷണങ്ങളാണ് പിണറായി വിജയന് നൽകിയിരിക്കുന്നത്. തീയിൽ കുരുത്തൊരു കുതിര, കൊടുങ്കാറ്റിൽ പറക്കും കഴുകൻ, മണ്ണിൽ മുളച്ച സൂര്യൻ, മലയാള നാടിന്റെ മന്നൻ, മാസ്, ക്ലാസ്, പുലി, സിംഹം, നായകൻ, പടച്ചേകവൻ തുടങ്ങി 10 തലയുണ്ടെന്നും 10 അടവുകൾക്കും ഗുരുവാണെന്നുമെല്ലാം പാടി പുകഴ്ത്തുന്നുണ്ട്. കാരണഭൂതൻ മെഗാ തിരുവാതിരയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയെ ഇത്രത്തോളം പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു പാട്ട് ഇതാദ്യമായിട്ടാണ്. ഈ മാസ് പാട്ടിന് ആരാധകരുമേറെയാണ്. ജനമങ്ങ് വല്ലാതെ ഇഷ്ടപ്പെടുമ്പോൾ അയാളെക്കുറിച്ച് പാട്ടും സിനിമയും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിൽ തെറ്റില്ലെന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറയുന്നത്. അപ്പോൾ മുമ്പ് P ജയരാജനെ കുറിച്ച് ഇതുപോലൊരു പാട്ട് ഇറങ്ങിയപ്പോൾ പാട്ട് ശാസിച്ചതോ, വ്യക്തിപൂജ പാടില്ലെന്ന് പറഞ്ഞതോ? അതൊക്കെ പഴയ കഥയല്ലേ. ഇതിപ്പോ പുതിയ കാലം, പുതിയ തട്ടുപൊളിപ്പൻ ഗാനം. ഇതങ്ങ് പെട്ടെന്ന് ചുമ്മാ ഇറക്കിയതാണോ? അല്ല. സ്വർണ്ണക്കടത്ത് വിവാദം ഗൂഢാലോചനയാണെന്ന വിമർശനത്തോടെയാണ് ഈ പാട്ടിന്റെ തുടക്കം. ഈ സ്വർണ്ണ കേസൊന്നും കൊണ്ട് മിനിസ്റ്റർ ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിന് CPM ഒരുമ്പെട്ടിരിക്കെ ഈ പാട്ടിന് അതുമായി ബന്ധമില്ലാതിരിക്കുമോ? യുവാക്കളെയൊക്കെ നന്നായി ഇളക്കിവിടാൻ ഈ പാട്ടിന് പറ്റും. അതേസമയം സൈബർ ഇടത് ഗ്രൂപ്പുകളിൽ ഒരു വിഭാഗത്തിന് ഈ പാട്ട് കേൾക്കുമ്പോൾ പരിഹാസച്ചിരിയാണത്രേ വരുന്നത്. ചില ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കം ഗാനത്തിന് നല്ല പോലെ വിമർശനവുമുണ്ട്. എന്തായാലും മെഗാ തിരുവാതിര വിവാദം അടങ്ങുമ്പോഴേക്കും അടുത്ത വിവാദത്തിന് തിരി കൊളുത്തിയിരിക്കുകയാണ് ഈ മാസ് കുതിര കഴുകൻ പാട്ട്.